ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് 52-ാം ഭരണഘടനാ ഭേദഗതി, 73, 74 എന്നീ ഭേദഗതികളും അതോടൊപ്പം 101 മുതൽ 106 വരെയുള്ള റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭേദഗതികളും കൂടിയാണ് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം 52-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് നോക്കാം. 1985 52-ാം ഭരണഘടനാ ഭേദഗതി പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്യുന്നത്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധിയും അതുപോലെ രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗുമാണ്. ആരൊക്കെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തി രാജീവ് ഗാന്ധിയും അതുപോലെ രാഷ്ട്രപതി ആയിരുന്നത് ഗ്യാനി സെയിൽ സിംഗുമാണ്. ഈ 52-ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം എന്താണ്? കൂറുമാറ്റ നിരോധന നിയമം അഥവാ ആന്റി ഡിഫെക്ഷൻ ലോ. ഇനി എന്താണ് ഈ കൂറുമാറ്റ നിരോധന നിയമം? ഒരാൾ ജനപ്രതിനിധിയായി പാർലമെന്റിലേക്കോ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്കോ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അയാൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ആ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ വ്യവസ്ഥയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുവാണെങ്കിൽ അയാളെ അയോഗ്യനായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജയിച്ചു വന്ന പാർട്ടിയോട് കൂറ് പുലർത്താത്ത ഒരു പ്രവർത്തനമായിരിക്കും. അപ്പോൾ അങ്ങനെ അയാളെ കൂറുമാറ്റ നിരോധന നിയമത്തിൽ ഉൾപ്പെടുത്തി സഭാംഗത്വം നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. ഇന്ത്യൻ ഭരണഘടനയിൽ 10-ാം പട്ടിക കൂട്ടിച്ചേർത്തത് 52-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അല്ലെങ്കിൽ 10-ാം പട്ടിക കൂട്ടിച്ചേർക്കപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 1985 52-ാം ഭരണഘടനാ ഭേദഗതി. അപ്പോൾ എന്താണ് ഈ പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ? ഭരണഘടനയിലെ ചില ആർട്ടിക്കിളുകൾക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ട് വരും. ഇത്തരത്തിൽ ചില ആർട്ടിക്കിളുകളുടെ എക്സ്പ്ലനേഷൻ്റെ രൂപമാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ കൂറുമാറ്റ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ 10-ാം പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിയമനിർമ്മാണം നടത്തുന്നത്. അങ്ങനെ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് ആർക്കാണ്? സഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർക്കാണ് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം. അതിപ്പോൾ ലോകസഭയാണെങ്കിൽ അവിടെ ലോകസഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ ലോകസഭാ സ്പീക്കറും, രാജ്യസഭയാണെങ്കിൽ രാജ്യസഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ രാജ്യസഭാ ചെയർമാനും, അല്ലെങ്കിൽ നിയമസഭയാണെങ്കിൽ നിയമസഭയിലെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണോ നിയമസഭാ സ്പീക്കറാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾക്കായിരിക്കും അവിടെ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം. എന്തില്? കൂറുമാറ്റ വ്യവസ്ഥയെക്കുറിച്ചുള്ള നിയമനിർമ്മാണം നടത്തുന്നത്. കൂറുമാറ്റ വ്യവസ്ഥയെക്കുറിച്ചുള്ള നിയമനിർമ്മാണം നടത്തുന്നത് ഈ 10-ാം പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നും കൂടി ഓർക്കുക. കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ ലോകസഭാ അംഗമാണ് ലാൽദു ഹോമ. കേട്ടിട്ടുണ്ടല്ലോ, ലാൽദു ഹോമ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. മിസോറാം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം. ഓക്കെ, 1988 ഇദ്ദേഹത്തെ ലോകസഭാ സ്പീക്കർ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കി പ്രഖ്യാപിക്കുന്നത്. അത് കഴിഞ്ഞ് 2020 ആയപ്പോൾ ഇദ്ദേഹം സ്വതന്ത്രനായിട്ട് മിസോറാം നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ചു. അങ്ങനെ MLA സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഈ ഇലക്ഷന് ശേഷം ഇദ്ദേഹം എന്ത് ചെയ്തു? മറ്റൊരു പാർട്ടി ഫോം ചെയ്തു. സോറം പീപ്പിൾസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, അതിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഒരു കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഈ MLA സ്ഥാനവും നഷ്ടപ്പെടുകയാണ്. അവിടെയും അദ്ദേഹത്തെ അയോഗ്യനാക്കി പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ലാൽദു ഹോമയാണ് ലോകസഭയിലും നിയമസഭയിലും കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട വ്യക്തിയായി മാറുന്നത്. അതുപോലെ നമ്മൾ ഈ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ കേരള നിയമസഭാംഗം ആരാണെന്ന് പഠിക്കാറുണ്ട്. ആരാണ്? R. ബാലകൃഷ്ണപിള്ളയാണ്. R. ബാലകൃഷ്ണപിള്ളയായിരുന്നു. R. ബാലകൃഷ്ണപിള്ളയെ അയോഗ്യനാക്കി പ്രഖ്യാപിച്ചത് അന്നത്തെ നിയമസഭാ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണനാണ്. ഇനി നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ഭേദഗതിയാണ് 91-ാം ഭരണഘടനാ ഭേദഗതി എന്ന്, അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. 52-ഉം 91-ഉം പഠിക്കുക. 91 നമ്മൾ കഴിഞ്ഞ ദിവസം റിവൈസ് ചെയ്തതാണ്. 52-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് 91-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് 73-ാം ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. എന്തായിരുന്നു 73-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ന് പറയുന്നത്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്.
ആണല്ലോ. ഗ്രാമീണ പ്രാദേശിക സ്വയംഭരണ സംവിധാനത്തെ സൂചിപ്പിക്കുന്ന പദമാണ് പഞ്ചായത്തി രാജ് എന്നുള്ളത്. അപ്പോൾ ഈ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ച ഭരണഘടനാ ഭേദഗതിയാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. ഈ പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഓക്കെ. ഇനി 73-ാം ഭരണഘടനാ ഭേദഗതിക്ക് മുൻപ് പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമായിരുന്നു മാർഗനിർദ്ദേശക തത്വങ്ങളിൽ നമ്മൾ പഠിച്ച അനുച്ഛേദം 40, പഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങളിൽ ഒന്നാണ് ഈ അനുച്ഛേദം 40. ഓക്കെ. പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനിലെ നാഗോർ ജില്ലയിൽ 1959 ഒക്ടോബർ 2-നാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്നത്. അപ്പോൾ ഈ രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ജവഹർലാൽ നെഹ്റു ആണ് രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. 1959-ലാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണെങ്കിൽ ആന്ധ്രാപ്രദേശാണ്. അതുപോലെ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. ഇനി പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണം അങ്ങനെ നിർദ്ദേശം മുന്നോട്ട് വെച്ച കമ്മിറ്റികളുണ്ട്. ഏതൊക്കെയാണ്? LM സിംഗ്വി കമ്മിറ്റിയുണ്ട്, തുങ്കൻ കമ്മിറ്റിയുണ്ട്, അതുപോലെ ഗാഡ്ഗിൽ കമ്മിറ്റിയും ഉണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച 3 കമ്മിറ്റികളാണ് ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച കമ്മിറ്റി ആയിട്ടുള്ള LM സിംഗ്വി കമ്മിറ്റി, അതുപോലെ പാർലമെന്റിന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ ഉപസമിതിയായിട്ട് നിയമിച്ചിട്ടുള്ളൊരു കമ്മിറ്റിയായിരുന്നു തുങ്കൻ കമ്മിറ്റി. തുങ്കൻ കമ്മിറ്റിയുടെ വർഷം ഏതാ? 1988. അതുപോലെ കോൺഗ്രസ് പാർട്ടി നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഈ ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ വർഷവും 1988. LM സിംഗ്വി കമ്മിറ്റിയുടെ വർഷം ഏതാ? 1986. ഓക്കെ. അപ്പോൾ ഈ 3 കമ്മിറ്റികൾക്കും നമുക്ക് ഈ പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കമ്മിറ്റികളാണ്. അപ്പോൾ ഏത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്? PV നരസിംഹറാവുവിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഈ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ആ സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. ഇനി ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത് 73-ാം ഭരണഘടനാ ഭേദഗതിയോട് കൂടിയിട്ടാണ്. അത് പാസ്സാക്കപ്പെട്ട വർഷം 1992. 73-ാം ഭേദഗതി പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ട വർഷമാണ് 1992. എന്നാൽ ഇത് നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-ആണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 24 നമ്മൾ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നു. ഏപ്രിൽ 24-ആണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. എന്ന് മുതലാ? 2010 മുതലാണ് ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ 73-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഭാഗം ഏതാണ്? ഭാഗം 9 അല്ലെങ്കിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ഭാഗം 9 ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 73-ാം ഭേദഗതി എന്നാണ് ആൻസർ. അതുപോലെ 73-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക അല്ലെങ്കിൽ ഷെഡ്യൂൾ ഏതാണ്? 11-ാമത്തെ പട്ടികയാണ്. 11-ാം പട്ടികയാണ്. 11-ാം പട്ടിക ഏത് അനുച്ഛേദത്തിന്റെ വിവരണാത്മകമായ രൂപമാണെന്നൊരു ചോദ്യമുണ്ട്. അത് 243G. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആർട്ടിക്കിളിന്റെ എക്സ്പ്ലനേഷനാണ് ഈ ഷെഡ്യൂൾ അല്ലെങ്കിൽ പട്ടിക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അനുച്ഛേദം 243G എന്ന അനുച്ഛേദത്തിന്റെ എക്സ്പ്ലനേഷനാണ് 11-ാം പട്ടിക എന്ന് പറയുന്നത്. ഓക്കെ. 11-ാം പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുടെ എണ്ണം 29 എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് 11-ാമത്തെ പട്ടിക? 11-ാമത്തെ പട്ടികയിൽ 243G എന്ന ആർട്ടിക്കിളിന്റെ എക്സ്പ്ലനേഷൻ ആണുള്ളത്. അതുപോലെ 11-ാം പട്ടികയിൽ 29 വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്നുകൂടി നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ 73-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9 ഈ ഭാഗം 9-ൽ 16 അനുച്ഛേദങ്ങളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. 243 മുതൽ 243O വരെയുള്ള അനുച്ഛേദങ്ങൾ 16 അനുച്ഛേദങ്ങളാണ് ഭാഗം 9-ൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കണം, അനുച്ഛേദങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കണം. 73-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9-ലെ പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 243 മുതൽ 243O വരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് 243A എന്തിനെക്കുറിച്ച് പറയുന്നു?
ഗ്രാമസഭകളെക്കുറിച്ചാണ് പറയുന്നത്. ഗ്രാമസഭകളെക്കുറിച്ച് പറയുന്നത് 243A യിലാണ്. 243B എന്ന് പറയുന്നത് പഞ്ചായത്തുകളുടെ ഭരണഘടനയെ സംബന്ധിച്ചാണ്. പഞ്ചായത്തുകളുടെ ഭരണഘടനയെ സംബന്ധിച്ചാണ് 243Bയിൽ പറയുന്നത്. അതുപോലെ 243I എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ കുറിച്ചാണ്. അതുപോലെ 243K വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഇലക്ഷൻ ടു പഞ്ചായത്ത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 243K ആണ്. മറ്റൊരു പോയിന്റ്, 73-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് സംവിധാനം കേരള നിയമസഭയിൽ പാസ്സായത് എന്നാണ്. 1994 ഏപ്രിൽ 23-നാണ് 73-ാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന പഞ്ചായത്ത് രാജ് സംവിധാനം കേരള നിയമസഭയിൽ പാസ്സായിട്ടുള്ളത്. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് 1995 ഒക്ടോബർ 2-നാണ്. 1995 ഒക്ടോബർ 2-നാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത്. ഇപ്പം നമ്മൾ 73-ാം ഭേദഗതിയെക്കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി. ഇനി 74-ാം ഭേദഗതിയെക്കുറിച്ച് നോക്കാം. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 74-ാം ഭേദഗതിയാണ്. ഈ സമയത്തെ പ്രധാനമന്ത്രി ആയിരുന്നത് PV നരസിംഹറാവു ആയിരുന്നു. അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നത് ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു. ഓക്കെ, PV നരസിംഹറാവുവും ശങ്കർ ദയാൽ ശർമ്മയുമാണ് 73, 74 ഭരണഘടനാ ഭേദഗതിയുടെ സമയത്ത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമായിരുന്ന വ്യക്തികൾ. 1993 ജൂൺ 1-നാണ് 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. 1993 ജൂൺ 1-നാണ് 74-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 74-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം 9A. 74 ആയപ്പോൾ 9A മുനിസിപ്പാലിറ്റിയെ കുറിച്ച് അല്ലേ. 73 ആണെങ്കിൽ ഭാഗം 9 ആയിരുന്നു. 74-ാം ഭേദഗതി ആയപ്പോൾ 9A എന്ന ഭാഗമാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഈ ഭാഗം 9Aയിൽ 18 അനുച്ഛേദങ്ങളാണുള്ളത്. 18 അനുച്ഛേദങ്ങൾ 243P മുതൽ 243ZG വരെയാണ് 18 അനുച്ഛേദങ്ങളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി 74-ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 12-ാം പട്ടിക. 73-ാം ഭേദഗതി ആണെങ്കിൽ 11-ാം പട്ടികയായിരുന്നു. 74-ാം ഭേദഗതി പ്രകാരം 12-ാം പട്ടിക കൂട്ടിച്ചേർത്തു. 12-ാമത്തെ പട്ടിക 243W എന്ന ആർട്ടിക്കിളിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിൽ 18 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 12-ാം പട്ടികയിൽ 18 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 73-ാം ഭരണഘടനാ ഭേദഗതിയിൽ 243B എന്ന ആർട്ടിക്കിളിൽ പഞ്ചായത്തുകളുടെ ഭരണഘടനയെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ 74-ാം ഭേദഗതിയിൽ ഈ 9A എന്ന ഭാഗത്തും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനുച്ഛേദങ്ങളുണ്ട് അല്ലേ. എത്രത്തോളം അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 18 അനുച്ഛേദങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ 243Q എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് മുനിസിപ്പാലിറ്റിയുടെ ഭരണഘടനയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. 243Q മുനിസിപ്പാലിറ്റിയുടെ ഭരണഘടന. അതുപോലെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത് എന്നാണ്? 1994 മെയ് 30-നാണ് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്നത്. കേരള പഞ്ചായത്ത് രാജ് ആക്ട് എന്നായിരുന്നു? 1995 ഒക്ടോബർ 2-നാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 73-ഉം 74-ഉം പഠിക്കാൻ അത് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഭാഗം 9, 74-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഭാഗം 9A. 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പട്ടിക 11, 74 ആണെങ്കിൽ പട്ടിക 12 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയുമാണ് നമുക്ക് സിലബസിൽ പഠിക്കാൻ തന്നിട്ടുള്ള അമെൻമെൻറ്റ്സ്. ഇനി നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത് 101-ാം ഭരണഘടനാ ഭേദഗതി തൊട്ട് 106-ാം ഭരണഘടനാ ഭേദഗതി വരെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. 101-ാം ഭരണഘടനാ ഭേദഗതി 2016-ലാണ് വന്നത്. GST ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയായിരുന്നു ഈ 101-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഈ 101-ാം ഭരണഘടനാ ഭേദഗതി 122-ാമത് ഭേദഗതി ബില്ലായിരുന്നു കേട്ടോ. 2016
സെപ്റ്റംബർ 8-നാണ് രാഷ്ട്രപതി പ്രണബ് മുഖർജി ഈ ഒരു ബില്ലിൽ ഒപ്പുവെക്കുന്നത്. GST ബില്ലിൽ ഒപ്പുവെക്കുന്നത് 2016 സെപ്റ്റംബർ 8-നാണ്. GST ബിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 2017 ജൂലൈ 1-നാണ്. അതുപോലെ GST പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ആസാമാണ്, രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി 102-ാം ഭരണഘടനാ ഭേദഗതി 2018-ലാണ്. അതെന്തായിരുന്നു? ദേശീയ പിന്നോക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയായിരുന്നു. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയായിരുന്നു. ഇനി 103 എന്തായിരുന്നു? 2019-ലെ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗങ്ങൾക്ക് 10% സാമ്പത്തിക സംവരണം, അതായത് EWS ഇക്കണോമിക്കലി വീക്കർ സെക്ഷന് 10% സംവരണം നൽകിക്കൊണ്ടുള്ള ഭേദഗതി 103-ാം ഭരണഘടനാ ഭേദഗതി. ഇത് ഗുജറാത്തിലാണ് ആദ്യം പാസ്സായിട്ടുള്ളത്. ഓക്കെ, ഇനി 104-ാം ഭരണഘടനാ ഭേദഗതി എന്തായിരുന്നു? 104-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് SC/ST വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന സംവരണം 2030 ജനുവരി വരെ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതിയായിരുന്നു അല്ലേ 104-ാം ഭേദഗതി. അതോടൊപ്പം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്ക് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും നിലവിലുണ്ടായിരുന്ന സംവരണം 104-ാം ഭേദഗതി പ്രകാരം അവസാനിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ലോകസഭയിൽ എത്ര അംഗങ്ങളേ ഉള്ളൂ? 543 അല്ലേ. ആദ്യം 545 ഉണ്ടായിരുന്നു. 2 ആംഗ്ലോ ഇന്ത്യൻ മെമ്പേഴ്സിനെ അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെ 543 അംഗങ്ങളായി മാറി. അങ്ങനെ ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ആംഗ്ലോ ഇന്ത്യൻ സംവരണം അവസാനിപ്പിച്ചുകൊണ്ട് 2020 ജനുവരി 25-ന് ഇത് വരികയാണ്. 104-ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വരികയാണ്. ഓക്കെ, ഇനി 105-ാം ഭേദഗതി എന്തിനെക്കുറിച്ചായിരുന്നു? 2021-ലാണ് 105-ാം ഭേദഗതി വരുന്നത്. OBC ബില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ് അല്ലേ. OBC ബില്ലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 106-ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം. 2023 സെപ്റ്റംബർ 19-ന് ഈ നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോകസഭയിൽ നമ്മുടെ നിയമമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുകയാണ്. ഓക്കെ, പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യത്തെ സമ്മേളനമാണ് ഈ 2023 സെപ്റ്റംബർ 19-ന് നടക്കുന്നത്. അന്നാണ് അർജുൻ റാം മേഘ്വാൾ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്. അങ്ങനെ 2023 സെപ്റ്റംബർ 20-ന് ലോകസഭ ഈ ബില്ല് പാസ്സാക്കി. നല്ലൊരു മെജോറിറ്റി വോട്ടോടുകൂടി 456-ൽ 454 വോട്ട് നേടിക്കൊണ്ട് ഈ ഒരു ബില്ല് ലോകസഭയിൽ പാസ്സാക്കി. തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭയും പാസ്സാക്കാണ്. 2023 സെപ്റ്റംബർ 21-ന് ഈ നാരി ശക്തി വന്ദൻ അധിനിയം എന്ന ബില്ല് രാജ്യസഭയിലും പാസ്സായി. 2023 സെപ്റ്റംബർ 28-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇതിൽ സൈൻ ചെയ്തു. 106-ാം ഭരണഘടനാ ഭേദഗതിയായി നിലവിൽ വരികയാണ്. എന്താണിത്? 106-ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുമ്പോൾ 2029-ലെ 19ാമത്തെ ലോകസഭ മുതൽ നമുക്ക് ലേഡീസിനുള്ള റിസർവേഷൻ അല്ലേ. ലോകസഭയിൽ 33% ഉണ്ടായിരിക്കും, നിയമസഭയിൽ 33% ഉണ്ടായിരിക്കും. അതുപോലെ ഡൽഹി 33% ഉണ്ടായിരിക്കും. പോണ്ടിച്ചേരിയിൽ പക്ഷേ ഇത് ബാധകമല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പോണ്ടിച്ചേരിയിൽ ബാധകമല്ല. രാജ്യസഭയുടെ കാര്യം ഇതിൽ പെർസെൻറ്റേജ് ആയിട്ട് പറയുന്നുമില്ല. ഓക്കെ, അതുപോലെ നിയമസഭാ കൗൺസിലിലും ഈ ഒരു പെർസെൻറ്റേജ് റിസർവേഷൻ ബാധകമല്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. 2029-ലെ 19ാമത്തെ ലോകസഭ മുതലാണ് ഈ ഒരു റിസർവേഷൻ ബാധകമായിട്ട് വരുള്ളൂ. ഇത് ബാധകമല്ലാത്ത കാര്യങ്ങൾ എവിടൊക്കെയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നിയമസഭാ കൗൺസിലിൽ ബാധകമല്ല. അതുപോലെ രാജ്യസഭയിലും ഇതിൻ്റെ പെർസെൻറ്റേജ് പറയുന്നില്ല. ലോകസഭയിലും നിയമസഭകളിലും അതുപോലെ ഡൽഹിയിലുമാണ് 33% റിസർവേഷനായിട്ട് പറയുന്നത്. ഓക്കെ, സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഭരണഘടനാ ഭേദഗതികളും നമ്മളിന്നോട് ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം കറണ്ട് അഫെയർ ഫാക്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ ഈ ഭരണഘടനാ ഭേദഗതി എന്ന ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് റിവൈസ് ചെയ്ത് സെറ്റാക്കി വെക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.